ആണോ വേണോ? അവനോട് നിൽപ്പുണ്ട്. കഴിഞ്ഞ വർഷം അവൻ എന്റെ മൂക്കിന്റെ പാലടിച്ച് താത്തത്. അവനെ അടിക്കണം. വാ വേണോ? ആണോ വേണോ? ശരിയാ, കഴിഞ്ഞ തവണ ഞാൻ അവനെ നോക്കി വെച്ചേക്കണേ. വാ എണ്ണം പൊട്ടിക്കാൻ പോയി. വാടാ വാ. നിന്നെ നീയൊക്കെ ഉത്സവം കാണാൻ വന്നോ അതോ ഇടിക്കാൻ വന്നോ? വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ. അണ്ണന് വയ്യെങ്കിൽ അണ്ണൻ വരണ്ട, ഞങ്ങൾ ഇന്ന് അവനെ പൊട്ടിക്കും. വേണോ? ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് നിന്നേ. നിനക്കേ 5 വർഷം മുമ്പ് ഇവിടെ ഒരു ഗാനമേള നടന്ന ഓർമ്മയുണ്ടോ? അന്ന് വീട്ടിലെ ഇളയവൻ ആ ഗാനമേളയുടെ മുമ്പിൽ കിടന്ന് ഭയങ്കര തുള്ളലായിരുന്നു. കമ്മിറ്റിക്കാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. ഉള്ളി കിടക്കുന്ന കള്ളിൻ്റെ ബലത്തിൽ അവൻ അവിടെ കിടന്ന് തുള്ളി അർമാദിച്ച് അവസാനം അടിയായപ്പോഴേ ആദ്യത്തെ അടിക്ക് തന്നെ അവൻ്റെ ബോധം പോയി. പിന്നെ ബോധം വന്നപ്പോഴോ അവൻ്റെ ഒരു കാലില്ല. സംഭവം വേറൊന്നുമല്ല, അടികൊണ്ട് വീണത് ജനറേറ്റർ മോട്ടറിൻ്റെ ഇടയിലാണ്. കാല് ചതഞ്ഞു പോയി. മുറിച്ചു മാറ്റാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. അതൊക്കെ പഴയ കഥയല്ലേ വിളിയാ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. കിട്ടിയാ തിരിച്ചു കൊടുക്കണം. അത് ശരിയാണോ? 1 അല്ല 10 കൊടുക്കണം. ഇപ്പോഴും ഉണ്ടോ? ഇന്നത്തെ തന്നെ പത്രം കണ്ടില്ലേ? കൊല്ലത്ത് ഉത്സവത്തിനിടയ്ക്ക് ഒരു കൊച്ചു പയ്യനെ 4 പേര് ചേർന്ന് കള്ളും കുടിച്ചിട്ട് തലക്കടിച്ച് പൊട്ടിച്ച് കൊന്നത്. ആ പാവം പയ്യന്റെ വീട്ടിലെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ച വികാരത്തിളപ്പിൽ ഇറങ്ങി തിരിച്ചത് ആ 4 പോയത് ആ പാവം പിടിച്ച ചെറുക്കൻ്റെ ജീവനാ. എടാ, അടിക്കുന്നവനും അടി കൊള്ളുന്നവനും എന്തായാലും നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അന്നേരത്തെ തലപ്പെരുപ്പിനോ മദ്യലഹരിയിലോ ചെയ്യുന്നത് ഒരുപാട് പേരുടെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത്. എടാ, ഉത്സവങ്ങളെ ആഘോഷിക്കാനുള്ളതാ, അല്ലാതെ തമ്മി തല്ലാനും ചാവാനും ഉള്ളതല്ല. ആ പയ്യനെ തല്ലിക്കൊന്ന 4 പേരിൽ ഒരാൾക്കെങ്കിലും അല്പം ബോധം ഉണ്ടായിരുന്നെങ്കിൽ ആ പാവം പിടിച്ച അച്ഛനും അമ്മയ്ക്കും ആ മകനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇനി നീമാര് പോയി അടിക്കും.